കർത്താവ് ദരിദ്രർക്ക് ഉപദ്രവ സമയങ്ങളിൽ സങ്കേത സ്ഥലവും അവരെ സഹായിക്കുന്നവനും ആയിരിക്കും. 9-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വാക്യം. ദൈവം ദരിദ്രർക്ക് എന്നും കൂട്ടാളിയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദരിദ്രരെ ദൈവത്തിന് അറിയുകയേ ഇല്ല എന്നുള്ളതാണ്. അറിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവരെ ഈ ദാരിദ്ര്യത്തിൽ ദൈവം തള്ളിവിട്ടു, എന്തുകൊണ്ട് അവർ ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവ് തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് താൻ ദരിദ്രരുടെ പക്ഷത്താണ് എന്ന് അനേകവട്ടം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് പ്രൗഢതയുടെ മകുടം ചൂടിയിരുന്നവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു ദരിദ്രനെ പോലെയാണ് ഇറങ്ങി വന്നത്. അവൻ പെരുവഴിയോരത്താണ് പിറന്നു വീണത്, പശുത്തൊട്ടിയിലാണ് കിടത്തപ്പെട്ടത്, കീറത്തുണിയിലാണ് പൊതിയപ്പെട്ടത്. എപ്പോഴും പെരുവഴിയോരത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കാനുള്ള തൻ്റെ താല്പര്യമാണ് തൻ്റെ അവതാര നിമിഷങ്ങളിൽ അവൻ പ്രകടിപ്പിച്ചത്. ഭ്രഷ്ടരാക്കപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും പുറത്തു നിർത്തപ്പെട്ടവരെയും അവശരെയും ആലംബഹീനരെയും തേടിയാണ് അവിടുന്ന് തൻ്റെ ജീവിതത്തിലുടനീളം സഞ്ചരിച്ചത്. ആ ദൈവം ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാഴ്ചയിൽ പലപ്പോഴും നാം കാണുന്നില്ലായിരിക്കാം, പക്ഷെ നാം കാണാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം എന്നും ദരിദ്രർക്ക് സങ്കേതസ്ഥാനമാണ്, അവരെ സഹായിക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ബലപ്പെടുത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയച്ചൻ.